നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ എ. സന്തോഷ് കുമാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. പ്രതിക്ക് അനുകൂലമായി പ്രവർത്തിച്ചെന്ന ആരോപണമുയർന്ന പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരിയെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്കാണ് പകരം ചുമതല. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 9ാം പ്രതിക്ക് ജാമ്യം കിട്ടിയതുൾപ്പെടെയുള്ള ഫയലുകൾ പരിശോധിച്ച ശേഷമാണ് സർക്കാരിന്റെ നിർണായക നീക്കം. മുൻ ഗവൺമെന്റ് പ്ലീഡർ എ. സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു. പ്രോസിക്യൂട്ടറായ ഗീനാകുമാരി പോലീസ് റിപ്പോർട്ട് അട്ടിമറിച്ചെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് സർക്കാർ നീക്കം. ഗീനാകുമാരിയെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്കാണ് പകരം ചുമതല. കേസിൽ കക്ഷി ചേരുന്ന സർക്കാർ അടുത്ത ദിവസം ജാമ്യത്തെ എതിർത്ത് ഹർജി നൽകും. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഗൌരവമുള്ളതാണെന്നും ഉന്നത ഗൂഢാലോചന അടക്കം അന്വേഷിക്കണമെന്നുമാണ് സർക്കാർ നിലപാട്. മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതയായ പ്രോസിക്യൂട്ടർ ഗീനാകുമാരി വലിയ വീഴ്ചയ്ക്ക് കാരണക്കാരിയായി എന്നാണ് സർക്കാർ നിലപാട്. 24 കൊച്ചി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. കോഴിക്കോട് പതങ്കയത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി. എറണാകുളം മൂവാറ്റുപുഴയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കാക്കനാട് കളക്ട്രേറ്റ് വളപ്പിലെ മരം കടപുഴകി വീണ് കാർ തകർന്നു. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നത്. വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് മഴക്കെടുതിയും രൂക്ഷമാണ്. എറണാകുളം കളമശ്ശേരിയിൽ കനത്ത മഴയിൽ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. കാക്കനാട് കളക്ട്രേറ്റ് വളപ്പിലെ മരം കടപുഴകി വീണ് കാർ തകർന്നു. മൂവാറ്റുപുഴ അമ്പലംപടി ചെക്ക് ഡാം റോഡിൽ കനത്ത മഴയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഉണ്ടാകാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കോഴിക്കോട് പതങ്കയത്ത് കാണാതായ യുവാവിനായി തെരച്ചിൽ നടത്തുന്നതിനിടെ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 12 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാനുള്ള തീരുമാനത്തിൽ UDF-ൽ തർക്കം. നിയമനം പാർട്ടിയുടെ അടിവേരിളക്കുന്നതെന്ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് തുറന്നടിച്ചു. എന്നാൽ നിയമനത്തെ ന്യായീകരിച്ച് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി രംഗത്തെത്തി. പരിശോധിച്ച ശേഷമാണ് നിയമനമെന്നും മുഖ്യമന്ത്രിയല്ല താനാണ് പേര് നിർദ്ദേശിച്ചതെന്നും KM ഷാജി പ്രതികരിച്ചു. തീരുമാനത്തിനെതിരെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും KPCC-ക്കും PM നിയാസ് കത്തയച്ചിരുന്നു. എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാനുള്ള തീരുമാനത്തിൽ UDF-ലെ തർക്കം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ആദ്യം നിയമനത്തിനെതിരെ കോൺഗ്രസിനകത്തു നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് നിയമനം പുനഃപരിശോധിക്കാൻ KPCC പ്രസിഡന്റിന് കത്തയച്ചു. എന്നാൽ നിയമനം പുനഃപരിശോധിക്കില്ല എന്നും എല്ലാം പരിശോധിച്ച ശേഷമാണ് നിയമനം നടത്തിയത് എന്നും തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോളൂ. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കൊടുത്ത പ്രൊഫൈൽ ക്യാബിനറ്റ് അംഗീകരിക്കുകയാണ്. അതിന് മുഖ്യമന്ത്രിക്ക് പോലും നിങ്ങൾ അതിനെ കുറ്റം പറയേണ്ട. അത് ആ പ്രൊഫൈൽ മുഴുവൻ ചെക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓൾ വേറെ ബോർഡ്സ് എടുത്ത് അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ കമ്മീഷണറാക്കി വെച്ചിരിക്കുന്നത്. സർക്കാർ നിലപാട് മന്ത്രി KM ഷാജി പറഞ്ഞതോടെ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് നിലപാട് കടുപ്പിക്കുകയായിരുന്നു. വിശ്വാസികളെയും സംഘികളെയും തിരിച്ചറിയുവാൻ ഇത് ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം, കേരളത്തിലെ UDF-കാർക്ക് അറിയാം. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, പക്ഷെ നമ്മളെല്ലാം സംഘികളാണോ? അപ്പോൾ സംഘികളെ തിരിച്ചറിയുവാനും വിശ്വാസികളെ തിരിച്ചറിയാനും കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ. അത് അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആളല്ല. KPCC സെക്രട്ടറി ഇത്തരമൊരു തുറന്ന യുദ്ധം സർക്കാരിനെതിരെ പ്രഖ്യാപിക്കുന്നത് നേതൃതലത്തിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ VD സർക്കാരിലെ എല്ലാ തീരുമാനങ്ങളെയും ഒരേപോലെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തു എന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായാണ് KC പക്ഷത്തെ പ്രമുഖ നേതാവായ അഡ്വക്കേറ്റ് PM നിയാസിന്റെ പരസ്യമായ സർക്കാരിനെതിരായ വെല്ലുവിളി. മദ്യനയത്തിലെ തർക്കങ്ങൾക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനവും പ്രതിപക്ഷത്തേക്കാൾ VD സർക്കാരിന് പ്രതിസന്ധിയായി മാറുന്നത് കോൺഗ്രസ് നേതാക്കളുടെ തന്നെ പ്രതികരണങ്ങളാണ്. ഇതാണ് പുതിയ രാഷ്ട്രീയ കൗതുകം. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.
അതിനിടെ ഒരു വാർത്ത വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ പൊന്നൂക്കരയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറായ വിജീഷ് 34 വയസ്സ് ആണ് മരിച്ചത്. പുത്തൂർ ചോച്ചേരിക്കുന്ന് ഭാഗത്ത് നിന്ന് പൊന്നൂക്കര ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞതെന്ന് തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതികളുടെ വീടുകളിൽ പോലീസ് പരിശോധന. രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ വിശ്വസ്തൻ ടിനു യാദവ് ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിലാണ് പരിശോധന. സുരക്ഷാ വീഴ്ചയിൽ പോലീസിന്റെ വയർലെസ് വിഭാഗം ഉദ്യോഗസ്ഥൻ അർജുൻ ദേവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അറസ്റ്റിലായ 8 പ്രതികളുടെയും വീടുകളിൽ ഒരേ സമയമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പരിശോധന. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെ വിശ്വസ്തൻ ടിന്നു യാദവിന്റെ വസതിയിലും പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചു. ലവ്കുഷ് മിശ്ര, അവിനാഷ് ശുക്ല എന്നിവരുൾപ്പെടെയുള്ള പ്രതികളുടെ വീടുകളിൽ മജിസ്ട്രേറ്റുമാർക്കൊപ്പമാണ് പോലീസ് സംഘം എത്തിയത്. 8 പ്രതികളിൽ നിന്നും 80 ലക്ഷം രൂപ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി കഴിയുന്നതോടെ നാളെ പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. മോഷണം നിരീക്ഷിക്കാനാണോ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാമക്ഷേത്രം സന്ദർശിച്ചിരുന്നതെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വിമർശിച്ചു. പോലീസ് വയർലെസ് വകുപ്പിലെ ഉദ്യോഗസ്ഥനായ അർജുൻ ദേവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന മുറിയിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ നിരീക്ഷിക്കുക എന്നതായിരുന്നു ചുമതല. എന്നാൽ അർജുൻ ദേവ് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ അമിതമായി ഇടപെട്ടിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ജൂലൈ 11 ചേരുന്ന ട്രസ്റ്റ് യോഗത്തിൽ പുതിയ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചേക്കും. CEO സ്ഥാനത്തേക്ക് വിരമിച്ച IAS ഉദ്യോഗസ്ഥനെ പരിഗണിച്ചേക്കുമെന്നും സൂചനയുണ്ട്. 24 ഡൽഹി. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിൽ മുന്നണിയിലും പാർട്ടിയിലും അതൃപ്തി തുടരുന്നതിനിടെ അനുനയ നീക്കവുമായി മുഖ്യമന്ത്രി VD സതീശൻ. പരസ്യ പ്രതികരണം ആലോചിച്ച് മാത്രമെന്നാണ് മുതിർന്ന നേതാവ് VM സുധീരന്റെ നിലപാട്. ധനബില്ലിൽ നികുതി ഘടന ഉൾപ്പെടുത്തിയെങ്കിലും മദ്യവിൽപ്പനയിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. വിവാദങ്ങൾക്കിടയിലും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. വിൽപ്പന നികുതി നിശ്ചയിച്ച ബജറ്റ് പ്രഖ്യാപനം ബില്ലിന്റെ കരടിൽ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ചതോടെ ജൂലൈ 1 മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ധനബില്ലിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ഉറപ്പായി. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ആലോചിച്ചു മാത്രം പ്രതികരണമെന്നാണ് മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെ ഇപ്പോഴത്തെ നിലപാട്. വിവാദമായ ബജറ്റ് നിർദ്ദേശം ബില്ലിൽ ഉൾപ്പെടുത്തരുതെന്നായിരുന്നു സുധീരന്റെ ആവശ്യം. എന്നാൽ UDF-ൽ ചർച്ച ചെയ്യുമെന്ന പ്രഖ്യാപനം പാർട്ടിയിലും മുന്നണിക്കുള്ളിലും സമവായത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് അത് വീര്യം കുറഞ്ഞതിനല്ലേ നികുതി കുറച്ചത്, വീര്യം കൂടിയതിന് കുറച്ചിട്ടില്ലല്ലോ. ഉദ്ദേശം സതുദ്ദേശപരമാണ്. അതിനെ പ്രതിപക്ഷം ദുരുദ്ദേശത്തിൽ കാണുന്നത് ദൗർഭാഗ്യകരമാണ്. ഏതായാലും സ്പിരിറ്റ് കലക്കി കൊടുക്കുന്ന ആ സിസ്റ്റം ഇല്ല. നികുതി ഇളവ് മദ്യക്കമ്പനികൾക്ക് വേണ്ടിയെന്ന് ആരോപിക്കുന്ന CPIM ധനബിൽ അവതരിപ്പിക്കുന്നത് സ്പീക്കർ തടയണമെന്ന് ആവശ്യപ്പെടുന്നു. ആ ധനബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട VM സുധീരൻ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി. അപ്പോൾ സാധാരണ നിലയിൽ മേൽക്കൂര കെട്ടിയതിന് ശേഷം അടിത്തറ പാകാം എന്ന് പറയുന്നതിന് സമമാണിത്. മുൻ സർക്കാരിന്റെ നീക്കങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട്. ഞാൻ എൻ്റെ നിഷേധക്കുറിപ്പ് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ബാലഗോപാലിന് കൊടുത്തു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് തർക്കമുണ്ട് എന്ന് തന്നെ പറഞ്ഞു. അന്നും ഇന്നും എന്നും നമുക്കൊരേ നിലപാട് തന്നെയായിരിക്കും. ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ച ശേഷമാണ് നികുതി ഇളവ് ധനബില്ലിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയതെന്നും വിവരമുണ്ട്. അതേസമയം ചർച്ച ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും UDF യോഗം എന്ന് നടക്കുമെന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. 24 തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻ സർക്കാരാണ് ഇതിന് തുടക്കമിട്ടതെന്ന ആരോപണം പൊളിക്കുന്നതാണ് ധനബില്ലിലെ ഇളവ് നിർദ്ദേശം. നികുതി ഇളവിനുള്ള നിർദ്ദേശം ഫിനാൻസ് ബില്ലിൽ ചേർത്ത ശേഷം UDF ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. അമേരിക്കൻ ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ ഇടയാക്കുമെന്നും അരക്ചി. യുദ്ധക്കുറ്റങ്ങൾക്ക് അമേരിക്കൻ ഇസ്രായേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി പ്രതികരിച്ചു.
ഇന്ത്യക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി അയർലൻഡ്. രണ്ടാം മത്സരത്തിൽ 1 റൺസിന്റെ ആവേശജയം. ഇതാദ്യമായാണ് ഇന്ത്യ അയർലൻഡിനോട് പരമ്പര തോൽക്കുന്നത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവൻ ചേരുന്നു. അനിൽ വാസുദേവ്, ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു തോൽവി കൂടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണംകെട്ട തോൽവികൾ ഒന്ന് വേണമെങ്കിൽ ഈ തോൽവിയെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അയർലൻഡിനെ പോലെ ഒരു ടീമിന്, അതും അവരുടെ ഒരു ടീം പോലുമാണ്, അവരുടെ പ്രധാന താരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ടീമിനെതിരെ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ പരമ്പര കൈവെടുത്തത് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ നാണം കെട്ട ഒരു അധ്യായമായി വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പരമ്പരയിൽ ഇന്ത്യ അയർലൻഡിനെ തകർത്തെറിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് കീഴിൽ സഞ്ജു സാംസൺ അടക്കം ലോകകപ്പ് നേടിയ ടീമിലെ പ്രധാന താരങ്ങളൊക്കെ അടങ്ങിയ ടീമുമായാണ് പോയത്. പക്ഷെ ആദ്യ മത്സരത്തിൽ 34 റൺസിനും ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിൽ 1 റൺസിനുമാണ് ഇന്ത്യ തോറ്റത്. ഇന്ത്യയുടെ പ്രധാന താരങ്ങളൊക്കെ തന്നെ നിരാശപ്പെടുത്തി. അതിൽ തന്നെ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയാണ്. ഇന്ത്യക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി അയർലൻഡ്. രണ്ടാം മത്സരത്തിൽ 1 റൺസിന്റെ ആവേശജയം. ആദ്യമായി ഇന്ത്യ അയർലൻഡിനോട് പരമ്പര തോൽക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ്. ഇനി ലോകകപ്പ് വിശേഷങ്ങളിലേക്ക്. ലോകകപ്പിൽ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. ഇനി നോക്കൌട്ട് മത്സരങ്ങൾ. നോക്കൌട്ടിൽ കരുത്തർ പരസ്പരം ഏറ്റുമുട്ടുന്ന ചില പോരാട്ടങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ലോകകപ്പിൽ ഇനിയാണ് കളി. ജീവൻ മരണ പോരാട്ടങ്ങൾ. ഒന്ന് കാലിടറിയാൽ നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാം. ലോകകപ്പ് സ്വപ്നങ്ങൾ മറക്കാം. നോക്കൌട്ടിൽ ആരാധകർ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ചില മത്സരങ്ങളുണ്ട്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിന് നോക്കൌട്ടിൽ എതിരാളികൾ ജപ്പാൻ. അത്ര ഈസി ആവില്ല ബ്രസീലിന് മത്സരം. ബ്രസീലിനെ ഭയപ്പെടുത്തുന്നത് ജപ്പാന്റെ സമീപകാലത്തെ കണക്കുകൾ. കഴിഞ്ഞ വർഷം ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ജയം ജപ്പാനൊപ്പം നിന്നു. ഖത്തർ ലോകകപ്പിൽ ജർമ്മനി, സ്പെയിൻ ടീമുകളെ വീഴ്ത്തിയവരാണ് സമുറായികൾ. നാളെ രാത്രി 10:30 മത്സരം. മൊറോക്കോ നെതർലൻഡ്സ് മത്സരമാണ് മറ്റൊരു ആവേശ പോരാട്ടം. ഖത്തർ ലോകകപ്പിലെ കറുത്ത കുതിരകളായ മൊറോക്കോ ആ കുതിപ്പ് ഇത്തവണയും തുടരുകയാണ്. അപരാജിതരായാണ് ഓറഞ്ച് പട അവസാന 32-ലെത്തിയത്. 3 തവണ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ട കിരീടം തിരികെ പിടിക്കാനെത്തുന്ന നെതർലൻഡ്സിന് ഒത്ത എതിരാളികളാണ് മൊറോക്കോ. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 6:30 മത്സരം. ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലിന് നോക്കൌട്ട് ഇത്തിരി കടുപ്പമാണ്. എതിരാളികൾ ക്രൊയേഷ്യ. ട്രയലിൽ ഒന്നിച്ച് പന്ത് തട്ടിയ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ ഏറ്റുമുട്ടും. കടലാസിൽ കരുത്തരാണെങ്കിലും ആ മികവ് ഇതുവരെ പുറത്തെടുക്കാൻ പോർച്ചുഗലിന് സാധിച്ചിട്ടില്ല. പേരുകേട്ട മധ്യനിര ശരാശരി പ്രകടനത്തിൽ ഒതുങ്ങി. ആ കളി മതിയാവില്ല ലൂക്ക മോഡ്രിച്ചിനും സംഘത്തിനുമെതിരെ. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് തോറ്റ ശേഷം അവസാന 2 മത്സരങ്ങളും വിജയിച്ചാണ് ക്രൊയേഷ്യ നോക്കൌട്ടിലെത്തിയത്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 മത്സരം. മുൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കും ജർമ്മനിക്കും ഫ്രാൻസിനും താരതമ്യേന എളുപ്പമാണ് നോക്കൌട്ട് പോരാട്ടം. അർജന്റീനയ്ക്ക് കേപ്പ് വെർദെയും ജർമ്മനിക്ക് പരഗ്വേയും ഫ്രാൻസിന് സ്വീഡനുമാണ് എതിരാളികൾ. പക്ഷേ ദാവീദുമാർ ഗോലിയാത്തിനെ വീഴ്ത്തുന്ന കാൽപന്തിന്റെ അങ്കത്തട്ടിൽ ആര് വാഴും ആരൊക്കെ വീഴുമെന്നും കണ്ടറിയണം. വേൾഡ് കപ്പ് ഡെസ്ക് 24. പുറത്ത് പെരുമഴയാണ്. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് പരക്ക മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം വാർത്തകൾ മഴ പോലെ വന്നുകൊണ്ടിരിക്കുകയുമാണ്. കൂടുതൽ വാർത്തകൾ വരും ബുള്ളറ്റിനുകളിൽ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.